അഡ്വക്കേറ്റ് അബിൻ വർക്കി, നിങ്ങൾ വിശ്വാസത്തിലെടുക്കുകയാണ് ഈ പറയുന്ന കലാരാജ് അവിടെ നിന്ന് ആ വാഹനത്തിൽ കയറി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വാദമുള്ളത് കൊണ്ട് ഞാൻ അതിൽ വളരെ ന്യൂട്രലായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യമായി. നിങ്ങൾ ഈ വിക്ടിമിന്റെ വാദം അംഗീകരിക്കുന്നുണ്ടോ? അത് പ്രേക്ഷകർ കേൾക്കുകയാണ്. അത് പ്രേക്ഷകർ കേൾക്കുന്നല്ല, വിക്ടിമാണ്. ഞാൻ നേരത്തെ അരുൺകുമാറോട് ചോദിച്ച ചോദ്യം കേട്ടിട്ട് അബിൻ അങ്ങനെയാണ് തോന്നിയത്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. കോൺഗ്രസ് പറയുന്നു തട്ടിക്കൊണ്ടുപോയെന്ന്, CPM പറയുന്നു തട്ടിക്കൊണ്ടുപോയില്ല. അങ്ങനെയല്ല ഇവിടുത്തെ വിഷയം. വിക്ടിം എന്താ പറയുന്നത്? തീർച്ചയായും തട്ടിക്കൊണ്ടുപോയി. അത് പിന്നെ ആ വാദം എടുത്താൽ മതി. നിങ്ങൾ വിക്ടിം എന്താണ് പറയുന്നത്? അത് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ് അവരെന്ന ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ മോഡറേറ്റർ അല്ലേ, അപ്പൊ ഞാൻ ഇത് മൂന്നും എടുക്കുന്നു. പറയൂ. അതായത് മോഡറേറ്ററോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വിക്ടിം എന്താ പറയുന്നത്? ഞാൻ അവിടെ വോട്ട് ചെയ്യാൻ വന്നു, എന്നെ ബലം പ്രയോഗിച്ച് ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി, എന്റെ വസ്ത്രാക്ഷേപം നടത്തി. ഒരു വിക്ടിമാണ് പറയുന്നത്. അതാണ് ഇതിലെ പ്രിവെയിൽ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. അത് കോൺഗ്രസ് പറഞ്ഞാലും CPM പറഞ്ഞാലും ആ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. രണ്ട്, പോലീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഇത് ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന നിഷ്കളങ്ക ഭാവത്തിലല്ല നമ്മൾ ചോദിക്കേണ്ടത്. കാരണം ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവിട്ടിരുന്നു. ഈ കൗൺസിലർമാർക്ക് വോട്ട് ചെയ്യാനുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവുള്ളപ്പോഴാണ് ഈ പോലീസ് പ്രവർത്തിക്കാതിരുന്നത് എന്നത് മാത്രമല്ല, ഇവരെ ആ വാഹനത്തിൽ കയറ്റിവിടാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. നിങ്ങൾ ആ വിഷ്വൽ മാറ്റിയെടുത്താൽ അറിയാം, അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുമ്പിലുണ്ടായ ടിപ്പർ ലോറി വഴി മാറ്റിവിട്ട് ഈ വണ്ടിക്ക് പോവാൻ സുഗമമായി ഓടിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ CPMന്റെ നിർദ്ദേശപ്രകാരം ഇവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിൽ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളാണ്. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്ന്, ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് പോയത്, പോലീസിന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 11 മണിക്ക് പരാതി കൊടുത്ത മക്കളുടെ അടുത്ത് എന്തുകൊണ്ടാണ് പോലീസ് പറയാതിരുന്നത്? ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അമ്മയുണ്ടെന്ന് പറയാതിരുന്നത് ഏത് 100-ൽ? ഏത് മൊബൈലും പോയി, എല്ലാം പോയി. കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആളെ 100-ൽ വിളിക്കണം എന്നൊക്കെ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അരുൺകുമാർ പറയുന്നത്? അരുൺകുമാർ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ? CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് 100-ൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ ഇത്ര ആക്രമിച്ച് വസ്ത്രാക്ഷേപം നടത്തി, മൊബൈലും കളഞ്ഞ് എല്ലാം നടത്തി, കിഡ്നാപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് 100-ൽ വിളിക്കണമെന്നൊക്കെ പറയുന്നത് ഇത് ആരോടാണ് ഈ പറയുന്നത്? കേരളത്തിലെ ജനം എന്നാ മണ്ടന്മാരാണോ? പിന്നെ അദ്ദേഹം ഒരു ലോണിന്റെ കഥ ഇവിടെ പറഞ്ഞു. അദ്ദേഹം ആ ലോണിന്റെ അവസാനം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് കാര്യം പറഞ്ഞു. ശ്രീ അരുൺകുമാർ, CPMന്റെ കൂത്താട്ടുകുളത്തെ കുറെ ആളുകൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതാണ്. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടാം. റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയ ഈ കലാരാജുവിനെ വെച്ച് 25 കൊല്ലമായി പാർട്ടി പ്രവർത്തിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ മാതൃകാ പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവരുടെ വിഷമം പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നത് മാത്രമല്ല, അവരെ ഉപയോഗിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ചു. സഖാക്കന്മാർ പണമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളുടെ ഡീറ്റെയിൽസ് പുറകെ വരുന്നുണ്ട്. അവരുടെ ഭർത്താവ് എടുത്ത ഒരു ലോണ്, ആ ലോണ് ആ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് കലാരാജുവിന്റെ പേരിലേക്ക് മാറ്റി ആ ലോണിന്റെ ബാധ്യത ഇവരുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിച്ചത് ഇതേ CPM നേതാക്കന്മാരാണ്. കൊറോണയുടെ സമയത്ത് ചില ആനുകൂല്യങ്ങൾ കിട്ടുമായിരുന്നു. ആ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഈ ലോണിന്റെ മുഴുവൻ ബാധ്യത അത് ഇവരുടെ തലയിലേക്ക് വെച്ചത് CPM ആണ്. അവസാനം അവരുടെ കയറിക്കിടക്കുന്ന കിടപ്പാടം അത് വിൽക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം അവിടുത്തെ കുറെ CPM വ്യവസായികളെ കൂട്ടി നടത്തിയത്. ഇതൊന്നും നാട്ടുകാർ അറിഞ്ഞില്ല എന്നോർത്താണ് അരുൺകുമാർ ഇരിക്കുന്നത്. എനിക്കിത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ നാട്ടുകാരനാണ് സാർ. ഇതൊക്കെ ആ നാട്ടിൽ പാട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് കലാരാജുവിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അവരുടെ പിറകിൽ പിന്തുണച്ച് അടിയുറച്ച് ഞങ്ങൾ നിൽക്കുന്നത്. ആ കുടുംബത്തോടൊപ്പം ഈ നിയമപോരാട്ടത്തിൽ അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാകും.